ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇലൂമിനാറ്റി, മൈക്കിൾ ജാക്സണും ഇലൂമിനാറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്താണ് ഇലൂമിനാറ്റി? 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായിരുന്നൊരു രഹസ്യ സംഘടനയാണ് ചരിത്രത്തിലെ ഇലൂമിനാറ്റി. ഇന്ന് പ്രചരിക്കുന്ന ഇലൂമിനാറ്റി എന്ന ആശയം കൂടുതലായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തെ രഹസ്യമായി നിയന്ത്രിക്കുന്ന ഒരു ശക്തമായ എലീറ്റ് സംഘമാണത്. സംഗീതം, സിനിമ, രാഷ്ട്രീയം മുതലായ വഴി ജനങ്ങളെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ആധുനിക കോൺസ്പിറൻസി ആശയവുമാണ്. ഇതിന് ശാസ്ത്രീയമോ നിയമപരമോ ആയ തെളിവുകളൊന്നും തന്നെ ഇല്ല. ഇനി ഇലൂമിനാറ്റി ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ആൾ സീയിങ് ആയി, എല്ലാം കാണുന്ന കണ്ണ്. ഏറ്റവും പ്രശസ്തമായൊരു ചിഹ്നമാണ് ഒരു കണ്ണ് മാത്രം. പലപ്പോഴും ത്രികോണത്തിനുള്ളിൽ കാണിക്കും. അതിൻ്റെ കോൺസ്പിറൻസി അർത്ഥമെന്ന് പറയുന്നത്, ലോകത്തെ എല്ലാം നിരീക്ഷിക്കുന്ന ശക്തി മനുഷ്യരെ രഹസ്യമായി നിയന്ത്രിക്കുന്നു. നിങ്ങൾ എവിടെയും സുരക്ഷിതരല്ല എന്ന സന്ദേശം അവിടെ കാണാമെന്നും പറയപ്പെടുന്നു. മ്യൂസിക് വീഡിയോകൾ, സിനിമാ പോസ്റ്ററുകൾ, ഫാഷൻ ഫോട്ടോഷൂട്ട്, അമേരിക്കൻ ഡോളർ നോട്ടിൽ പോലും ഇതുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, കണ്ണെന്നത് പഴയ പല കലകളിലും മതങ്ങളിലും ഉപയോഗിക്കുന്ന പ്രതീകമാണ്. എല്ലാം ഇലൂമിനാറ്റിയുമായി ബന്ധിപ്പിക്കാൻ ആവില്ല. രണ്ടാമത്തെ സിമ്പലാണ് പിരമിഡ്, ട്രയാങ്കിൾ, മുകളിലേക്ക് ചൂണ്ടിയ ത്രികോണം. ചിലപ്പോൾ മുകളിൽ കണ്ണോടുകൂടി ഉള്ളതാകുന്നു. കോൺസ്പിറൻസി അർത്ഥം എന്ന് പറയുന്നത് പവർ സ്ട്രക്ചറാണ്. മുകളിലേത് എലീറ്റ്, താഴത്തെ ജനങ്ങൾ, രഹസ്യ ഭരണ സംവിധാനം എന്നുള്ളതാകുന്നു. യാഥാർത്ഥ്യം എന്നത് ജാമിതീയ രൂപങ്ങൾ ഡിസൈൻ ലോകത്ത് സാധാരണമാണ്. പിരമിഡ് സ്ഥിരത, ശക്തി എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തെ ചിഹ്നമാണ് കൈ ചിഹ്നങ്ങൾ, ഹാൻഡ് ഗസ്റ്റേഴ്സ്. 666 ചിഹ്നം വിരലുകളുടെ പ്രത്യേക രൂപം, ഡബിൾസ് നമ്പർ എന്ന് വിളിക്കുന്നു. അർത്ഥം എന്ന് പറയുന്നത് സാത്താനിക് ശക്തികൾ, ദുഷ്ട എലീറ്റ് സംഘം. ട്രയാങ്കിൾ ഹാൻഡ് ഡിസൈൻ, രണ്ട് കൈകൾ ചേർത്ത് ത്രികോണം ഉണ്ടാക്കുന്നത് കോൺസ്പിറൻസി വാദമാണ്, ഇലൂമിനാറ്റിയോടുള്ള വിശ്വാസ പ്രഖ്യാപനം. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പലപ്പോഴും ഇത് സ്റ്റേജ് മൂവ്മെൻറ്റുകളോ ഫാഷനോ മാത്രമാണ്. നാലാമത്തെ ഇലൂമിനാറ്റി സിമ്പലാണ് ചെക്കേഡ് ഫ്ലോർ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലോർ എന്ന് പറയുന്നു. കറുപ്പും വെള്ളയും ചേർന്ന നില അർത്ഥം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഡ്വാലിറ്റി, നല്ലത് ചീത്ത, വെളിച്ചം ഇരുട്ട്, മനസ്സിനെ കുഴപ്പത്തിലാക്കുന്ന സിംബോളിസം എന്നുള്ളതാവുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മാസോണിക് സിംബോളിസത്തിൽ നിന്നുള്ള ആശയമാണ്. എല്ലാം ഇലൂമിനാറ്റിയുമായി ബന്ധിപ്പിക്കുന്നത് അതിൽ കടക്കലാണ്. അഞ്ചാമത്തെ ഇലൂമിനാറ്റിക് സിമ്പലാണ് പാമ്പ്. ശരീരം ചുറ്റിയ പാമ്പ്, കണ്ണുള്ള പാമ്പ്. അതിൻ്റെ കോൺസ്പിറൻസി അർത്ഥം വഞ്ചന, രഹസ്യജ്ഞാനം, നിയന്ത്രണം എന്നൊക്കെ ആവുന്നു. യാഥാർത്ഥ്യം പാമ്പ് പല സംസ്കാരങ്ങളിലും ജ്ഞാനം, ചികിത്സ, പുനർജന്മം എന്നിവയുടെ പ്രതീകമാണ്. ആറാമത്തെ സിമ്പലാണ് മൂങ്ങ, ഓൾ, പ്രത്യേകിച്ച് രാത്രി കാണുന്ന മൂങ്ങ. കോൺസ്പിറൻസി വാദം രഹസ്യയോഗങ്ങൾ, ബൊഹേമിയൻ ഗ്രൗ എന്ന സ്ഥലവുമായി ബന്ധം എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിൽ മൂങ്ങ എന്ന് പറയുന്നത് ജ്ഞാനം, അതായത് പുരാതന ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നുള്ള പ്രതീകമാണ്. ഏഴാമത്തെ ഇലൂമിനാറ്റി സിമ്പലാണ് ചുവപ്പ് നിറം, റെഡ് സിംബോളിസം. രക്തം, ശക്തി, ബലി എന്നൊക്കെ ആവുന്നു. കോൺസ്പിറൻസി വ്യാഖ്യാനം മനുഷ്യബലി, അധികാരത്തിൻ്റെ നിറം എന്നൊക്കെ ആവുന്നു. യാഥാർത്ഥ്യം ചുവപ്പ് നിറം ശ്രദ്ധ ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ കലാഉപാധിയാണ്. എന്തുകൊണ്ടാണ് ഇവയെ ആളുകൾ വിശ്വസിക്കുന്നത് എന്ന് നോക്കാം. പ്രശസ്തർ ഇത് ഉപയോഗിക്കുമ്പോൾ സംശയം, സോഷ്യൽ മീഡിയ വഴി തെറ്റായ വിവരണങ്ങൾ, ഭയം, രഹസ്യം ഒക്കെ കൂടി കഥകൾ വേഗത്തിൽ പടരുന്നതുമാവാം. സത്യം ചുരുക്കി പറഞ്ഞാൽ, ഈ ചിഹ്നങ്ങൾ കണ്ടാൽ അതെല്ലാം ഇലൂമിനാറ്റി ആണെന്ന് പറയാൻ തെളിവുകളൊന്നും തന്നെയില്ല. പലതും ആർട്ടിസ്റ്റിക് ഡിസൈൻ, സംസ്കാരപരമായ പ്രതീകങ്ങൾ. ഇലൂമിനാറ്റി എന്നത് ഇന്നത്തെ രൂപത്തിൽ കൂടുതലും ഒരു കോൺസ്പിറൻസി ആശയം മാത്രമാണ്. മൈക്കിൾ ജാക്സണുമായി ബന്ധപ്പെടുത്തി പറയുന്ന ആരോപണങ്ങൾ ചിലർ പറയുന്ന പ്രധാന കാര്യങ്ങളാണ് മ്യൂസിക് വീഡിയോകളിലെ ചിഹ്നങ്ങൾ, ബ്ലാക്ക് ഓർ വൈറ്റ്, ദേ ഡോണ്ട് കെയർ അബൌട്ട് സ്ക്രീം തുടങ്ങിയ വീഡിയോകളിൽ കണ്ണുപയോഗിച്ചിട്ടുണ്ട്. അതായത് പിരമിഡ്, ഇരുണ്ട ദൃശ്യങ്ങൾ കാണാമെന്നും ചിലർ പറയുന്നു. ഇത് ഇലൂമിനാറ്റിയുടെ ചിഹ്നങ്ങളാണെന്നും അവർ വാദിക്കുന്നുണ്ട്. പിന്നെ അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന പ്രസ്താവനകൾ മൈക്കിൾ ജാക്സൺ ചില പ്രസംഗങ്ങളിലും ഗാനങ്ങളിലും ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് അസ് എന്ന് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. സംഗീത വ്യവസായത്തിലെ വലിയ ശക്തികളെയാണ് അദ്ദേഹം വിമർശിച്ചത്. ഇതിനെ ചിലർ ഇലൂമിനാറ്റിക്കെതിരായ പോരാട്ടമായി വ്യാഖ്യാനിച്ചു. മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ. 2009 അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അത് അപകടമല്ല, കൊലപാതകമാണ്, സിസ്റ്റത്തിന് വിരുദ്ധമായി നിന്നതിനാൽ ഇലൂമിനാറ്റിയിലെ ഒഴിവാക്കി എന്ന തരത്തിലുള്ള വാദങ്ങളുണ്ട്. യാഥാർത്ഥ്യവും വസ്തുതകളും മൈക്കിൾ ജാക്സൺ ഇലൂമിനാറ്റിയിൽ അംഗമായിരുന്നു, അതിനെതിരെ യുദ്ധം ചെയ്തു എന്നൊന്നും ഒരു തെളിവുകളുമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഡോക്ടർ നൽകിയ മരുന്നുകളുടെ അമിത അളവാണ് കാരണമെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഡോക്ടർ കുറ്റക്കാരനായി ശിക്ഷിക്കപ്പെട്ടു.
മ്യൂസിക് വീഡിയോകളിലെ ചിഹ്നങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ആർട്ടിസ്റ്റിക് ആശയങ്ങൾ, സാമൂഹിക വിമർശനം, ഷോക്ക് വാല്യൂ എന്നിവയാണ് പ്രധാന കാരണം. പല ആർട്ടിസ്റ്റുകളും സമാനമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കഥകൾ വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. മൈക്കിൾ ജാക്സൺ അത്യന്തം പ്രശസ്തനാണ്, വ്യത്യസ്ത വ്യക്തിത്വത്തിനുടമയാണ്, ശക്തമായ സാമൂഹിക വിമർശനം നടത്തിയ കലാകാരനുമാണ്. ഇത്തരം ആളുകളെ ചുറ്റിപ്പറ്റി രഹസ്യ കഥകളും ഭയവും ഉണ്ടാവുന്നത് സർവ്വസാധാരണമാണ്. ഈ മൈക്കിൾ ജാക്സണും ഇലൂമിനാറ്റിയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ച സത്യമല്ല, ഇത് കൂടുതലായി കോൺസ്പിറൻസി തിയറികളും ഇൻ്റർനെറ്റ് കഥകളും മാത്രമാണ്. മൈക്കിൾ ജാക്സൺ ഒരു കലാകാരനും സാമൂഹിക വിമർശകനുമായിരുന്നു, രഹസ്യ സംഘത്തിൻ്റെ തെളിയിച്ച അംഗം അല്ല. എന്തുകൊണ്ടാണ് മൈക്കിൾ ജാക്സൺ ഇലൂമിനാറ്റിയിൽ പ്രവേശിച്ച ആർട്ടിസ്റ്റാണെന്നുള്ള ആരോപണം വന്നുകൊണ്ടിരുന്നത്? അങ്ങനെയുള്ള കോൺസ്പിറൻസി തിയറികൾ എന്തുകൊണ്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാരണം, മൈക്കിൾ ജാക്സൺ ചെറുപ്പത്തിൽ തന്നെ സംഗീത വ്യവസായത്തിലൂടെ രഹസ്യ എലീറ്റ് ഗ്രൂപ്പുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അസാധാരണമായ കഴിവ്, ജനപ്രിയത, ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ശക്തി, ഇതൊക്കെയാണ് ഇല്ലൂമിനാറ്റി തേടുന്ന ഗുണങ്ങൾ. അപ്പോൾ അവരുടെ വാദം ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുന്നവർ ഇല്ലൂമിനാറ്റി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് മ്യൂസിക് വീഡിയോകളിലെ ഇല്ലൂമിനാറ്റി സിംബൽസാണ്. വളരെ ശക്തമായി ഉന്നയിക്കുന്ന ആരോപണം ഓൾ സീയിങ് ആയി, ഡേഞ്ചറസ്, സ്ക്രീം, ബ്ലാക്ക് ഓർ വൈറ്റ് പോലുള്ള വീഡിയോകൾ, ഒറ്റക്കണ്ണ്, ക്യാമറ ക്ലോസപ്പ്, കണ്ണിൻ്റെ ഫോക്കസ്, ഇത് ഇല്ലൂമിനാറ്റിയുടെ എല്ലാം കാണുന്ന കണ്ണ് ആണെന്നാണ് അവകാശവാദം. പിരമിഡ്, ജാമിതീയ രൂപങ്ങൾ സ്റ്റേജ് ഷോകളിലും ഗ്രാഫിക് ഡിസൈനുകളിലും, ത്രികോണരൂപങ്ങൾ ഇല്ലൂമിനാറ്റി പവർ സ്ട്രക്ചർ എന്നതാണ് വ്യാഖ്യാനം. യാഥാർത്ഥ്യം ഇത്തരം ചിഹ്നങ്ങൾ ആർട്ടിസ്റ്റിക് ഡിസൈനായും സിനിമാറ്റിക് ഭാഷയായും ഉപയോഗിക്കപ്പെടുന്നു. ഇത് ഇല്ലൂമിനാറ്റിയുമായി ബന്ധമുണ്ടെന്നതിന് തെളിവൊന്നുമില്ല. ഇനി മൈൻഡ് കൺട്രോൾ ആരോപണം, അത് വലിയൊരു ആരോപണമാണ്. മൈക്കിൾ ജാക്സന്റെ സംഗീതവും ഡാൻസും ജനങ്ങളെ അനാവശ്യമായി ആകർഷിക്കുന്നതും നിയന്ത്രിക്കുന്നതുമാണെന്ന് ചിലർ പറയുന്നു. പ്രത്യേകിച്ച് ആവർത്തന ബീറ്റുകൾ, ഹിപ്നോട്ടിക് മൂവ്മെൻറ്റുകൾ, സ്റ്റേജ് ലൈറ്റിംഗ്, ഇതൊക്കെ അൾട്രാ സ്റ്റൈൽ മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന തരത്തിലുള്ള വാദങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുന്നു. ഇതും തെളിവില്ലാത്തൊരു തിയറി മാത്രമാണ്. അവൻ പിന്നീട് സിസ്റ്റത്തിനെതിരെ തിരിഞ്ഞു എന്ന വാദം, ഇതാണ് ഏറ്റവും ശക്തമായ ഭാവം. ദേ ഡോണ്ട് കെയർ അബൌട്ട് us. സർക്കാർ, പോലീസ്, മീഡിയ, പവർ എലീറ്റ് എന്നിവരെ തുറന്നടിച്ച് വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വരികളാണ്, ഓൾ ഐ വണ്ണ സേ ഈസ് ദാറ്റ് ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് us. അതിൻ്റെ കോൺസ്പിറൻസി വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ മൈക്കിൾ ജാക്സൺ ഇല്ലൂമിനാറ്റിയുടെ ഉള്ളിൽ നിന്ന് അവരുടെ സിസ്റ്റം കണ്ടറിഞ്ഞു എന്നതാണ്. പിന്നീട് വിമതനായി. അദ്ദേഹത്തിൻ്റെ മരണം സാധാരണ മരണമല്ല എന്ന ആരോപണം വളരെ വ്യാപകമായ വാദമാണ്. 2009 കംബാക്ക് ടൂറിന് തൊട്ട് മുമ്പ് വലിയ സാമ്പത്തികവും സ്വാധീനവും വീണ്ടും നേടാനിരുന്ന സമയത്ത് അമിത മരുന്ന് എന്നാണ് ചിലർ പറയുന്നത് അദ്ദേഹത്തെ ഇല്ലാതാക്കി. കോൺസ്പിറൻസി വാദം സിസ്റ്റത്തിനോട് എതിർത്തവർ നീക്കം ചെയ്യപ്പെടും എന്നതാണ്. യാഥാർത്ഥ്യത്തിൽ കോടതി കണ്ടെത്തിയത് ഡോക്ടറുടെ അശ്രദ്ധ മൂലമുള്ള മരണമാണ്. ഡോക്ടർ കുറ്റക്കാരനായി ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇല്ലുമിനാറ്റി പങ്കുണ്ടെന്ന തെളിവൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഈ വാദങ്ങൾ ഇപ്പോഴും വിശ്വസിക്കപ്പെടുന്നു എന്നുള്ളത്, അസാധാരണമായ പ്രതിഭയാണ് മൈക്കിൾ ജാക്സൺ. ലോകമെമ്പാടുമുള്ള സ്വാധീനവും രഹസ്യ സ്വഭാവമുള്ള വ്യക്തിത്വവുമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇത്തരം വ്യക്തികളെ ചുറ്റിപ്പറ്റി രഹസ്യകഥകൾ വളരുന്നത് സാധാരണമാണ്. അന്തിമ സത്യം എന്ന് പറയുന്നത് മൈക്കിൾ ജാക്സൺ ഇല്ലൂമിനാറ്റിയിൽ അംഗമായിരുന്നുവെന്നത് സ്ഥിരീകരിച്ചതിന് തെളിവൊന്നുമില്ല. ഇല്ലൂമിനാറ്റി അദ്ദേഹത്തെ കൊന്നുവെന്നതും തെളിയിച്ചിട്ടില്ല. ഇതെല്ലാം കോൺസ്പിറൻസി തിയറികൾ മാത്രമാണ്. അദ്ദേഹം ഒരു സംഗീത പ്രതിഭയും സാമൂഹിക വിമർശകനുമായിരുന്നു.